അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, കാൽമുട്ടിന് താഴേക്ക് തുടയിലേക്ക് നീര് പൊങ്ങിക്കിടക്കണ കണ്ട് കർത്താവ് വ്യത്യസ്ത സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവർ. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നവരും യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ, കാലുകൾ ഉദച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്നു. അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈശോ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകുന്ന നല്ല ചില കർത്താവേ, നിന്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവേ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുക്കുന്നത്, സെമിനാറിന് ക്ലാസ് എടുക്കുന്നത് 1984 അന്ന് അച്ഛനായിട്ടില്ല, ബ്രദറാണ്. അപ്പം എൻ്റെ ഇടവകയിൽ വികാരി ഫാദർ രാജൻ മേനംകാട്ടെന്ന് പറഞ്ഞൊരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ ഈ ലിറ്റിൽ വേ അസോസിയേഷൻ്റെ സംഘടനയുടെ
ഡയസിഷൻ ഡയറക്ടറാണ്. അപ്പോൾ ലിറ്റിൽ വേ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കൊച്ചുറേസ്യയുടെ കുറുക്ക് വഴികൾ, ചെറിയ വഴികളിലൂടെ സുവിശേഷ കൈമാറ്റവും ക്രിസ്തുവിനെ കൊടുക്കുക, ഇങ്ങനെയുള്ള സുവിശേഷയുടെ ആത്മീയതയിൽ അധിഷ്ഠാനപ്പെട്ടവരാണ് അതാണ് ലിറ്റിൽ വേ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ മാസം മാസം ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. ഒരു ദിവസം സെമിനാരിൽ നിന്ന് വന്നപ്പോൾ ഈ രാജനച്ഛനോട് പറഞ്ഞു, എടാ ജോസ്പേ ഒരു സെമിനാർ നോക്കണം എന്ന് ചോദിക്കും. പുള്ളി ഭയങ്കര സ്നേഹത്തോടെ ഭയങ്കര സ്പീഡോടെ പറയുന്ന കൊച്ചു സ്റ്റൈൽ വർത്തമാനക്കാരനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാച്ചാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ സെമിനാരിൽ പഠിക്കണ കാലമല്ലേ, അപ്പം ഈ യൂത്തിനോട് എന്നാ പറയാനാ. അന്ന് ഒരു വാർത്ത വന്ന് 84 പത്രത്തിൽ മണിപ്പൂർ മുഖ്യൻ വെടിയേറ്റ് മരിച്ചു. അപ്പോൾ അക്കാലങ്ങളിലും ഇക്കാലങ്ങളിലും മണിപ്പൂർ എപ്പോഴും ആൾക്കാർ തമ്മിൽ വെടി വെക്കുന്ന സ്ഥലമാണ്. ഈ മണിപ്പൂർ ഇപ്പം തുടങ്ങിയൊന്നുമല്ലേ, എത്രയോ വർഷമായിട്ടാണ് ആ സംഭവം ഈ ഓരോരോ ഗോത്രക്കാർ തമ്മിൽ വെടിവെക്കണത്. ആരും പരിക്കാൻ അനുവദിക്കത്തില്ല. അപ്പം ഞാൻ ആ പത്രം നോക്കിയപ്പോൾ ആ പത്രത്തിൻ്റെ ആ ഒരു പേജിൽ തന്നെ 2-3 കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും ഒക്കെ ഉണ്ടായി. ഇന്നത്തെ പോലെ വലിയ ബോംബൊന്നുമില്ല അന്ന്. മനുഷ്യ ബോംബും അങ്ങനെയുള്ള കാര്യങ്ങളില്ല. 84 ചെറുകിട പരിപാടികളൊക്കെയാണ് ഉള്ളത്. വെട്ടും കുത്തും പക്ഷേ പത്രക്കാർ കൊണ്ടുവന്ന് ഫ്രണ്ട് പേജിലൊക്കെ ഇടും. അപ്പോൾ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു, കുറ്റവാസനയുള്ളവരുടെ എണ്ണം പെരുകുന്നു എന്നുള്ളൊരു ഇംപ്രഷൻ നമുക്ക് തോന്നും. അപ്പോൾ ഇത് ഈ പത്രത്തിന് മുഖപ്പേജ് ഫ്രണ്ട് പേജ് അവിടെ ബോർഡൊക്കെ കൊണ്ട് പറ്റിച്ച് വെക്കണം. അന്ന് ബോർഡൊക്കെ ഉള്ളു, ഇന്നത്തെ പോലെയുള്ള പ്രൊജക്ഷനും കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് എൻ്റെ മനസ്സിൽ വന്നത് ആ കാലങ്ങളിൽ വേറൊരു മാഗസിൻ ഇറങ്ങുമായിരുന്നു. കുറേ മാഗസിൻ നിന്ന് പോയായിരുന്നേ. പണ്ട് സാംസ്കാരിക കേരളം ഇപ്പം അല്പം ശുഷ്കമാണെന്ന് വേണേൽ പറയാം. പണ്ട് കുറേ നല്ല സാംസ്കാരിക സാമൂഹിക ക്രിട്ടിക്കൽ പല മാഗസിനുകളുണ്ടായിരുന്നു. ആൾക്കാർ വായിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പം അത്തരം വായനകളെല്ലാം മാറിയതിന് ശേഷം നമ്മൾ മൊബൈലിലുള്ള ന്യൂസുകളാണ്, അത് പലതും മുക്കാലും നെഗറ്റീവ് ന്യൂസുകളാണ് ഇപ്പോൾ ഉള്ളത്. നെഗറ്റീവ് ന്യൂസുകൾ നമ്മുടെ ഒരു ന്യൂസ് ആൾക്കാർ വായിക്കണമെങ്കിൽ അത് കുറഞ്ഞ പക്ഷേ 60% നെഗറ്റീവായാൽ മാത്രമേ ആൾക്കാർക്ക് വായിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നത്തുള്ളൂ. അങ്ങനെ രീതിയിലേക്ക് നമ്മുടെ മനസ്സല്പം രോഗം പിടിക്കുകയോ രോഗം പിടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. അപ്പം ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണത്. അപ്പോൾ അന്ന് സൈക്കോളജി എന്നും പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു, മനഃശാസ്ത്രം. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലമായ കാരണം ഈ മനഃശാസ്ത്ര മാസികയെല്ലാം തേടിപ്പിടിച്ച് വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ആർട്ടിക്കിൾ എന്നെ ഈ മണിപ്പൂർ മുഖ്യം വെടിയേറ്റ് മരിച്ച ആ ന്യൂസ് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഒരു കുറ്റവാളികൾ ഉണ്ടാകുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ഈ മനഃശാസ്ത്ര മാസിക എന്ന് വന്ന ലേഖനമാണ്. അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട വിഷയത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആശയം ഇതാണ്. എന്താണ്? ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല, സാഹചര്യം അവരെ കുറ്റവാളികളാക്കുകയാണ്, സമൂഹമാണ് ഉത്തരവാദി. അന്നത്തെ നാടകങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലും സിനിമ കണ്ടാലും ഈ തീം വളരെ ശക്തമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആണ് ഈ മാസികകളും ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. അതായത് ആരും കുറ്റവാളികളായിട്ട് ജനിക്കുന്നില്ല, മനുഷ്യൻ സാഹചര്യം അവരെ കുറ്റവാളികളാക്കുകയാണ്, അല്ലെങ്കിൽ കുറ്റവാളികൾ ആക്കപ്പെടുകയാണ് ചെയ്യണമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് വിത്ത് നറേഷൻ നന്നായി ഓടിക്കൊണ്ടിരുന്ന കാലമാണത്. അപ്പോൾ ഞാനും അതിനോടാണ് ചായ്വുണ്ടായിരുന്നത്. കാര്യം ഈ കുറ്റവാളികൾ ആയിട്ട് എല്ലാവരും അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിഷ്കളങ്കരായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കുറേ സൈക്കോളജിസ്റ്റിൻ്റെ കോട്ടിങ്സൊക്കെ ഉണ്ടാവും, അതൊക്കെ പറയും നമ്മൾ, അതിലേക്ക് നയിക്കണം. എന്നിട്ട് അതാണ് ക്ലാസ്. അപ്പോൾ
ആ ഒരു സ്റ്റാറ്റസിൽ തന്നെയാണ് കുറേ നാളുകൾ ജീവിച്ചത്. കാരണം കുറ്റവാളികളായിട്ട് ആരും ജനിക്കണില്ല, സാഹചര്യവും സമൂഹവും അവരെ കുറ്റവാളികളാക്കുകയാണ്. ആ കുറ്റവാളികളുടെ ഉത്തരവാദിത്വം സമൂഹത്തിൻ്റെതാണ് എന്ന് ഒക്കെ ഉള്ള ഒരു നരേഷനും. പക്ഷേ ഞാൻ ഒരു കാലത്ത് ഈ വേദപുസ്തകം എന്നെ വല്ലാത്ത രീതിയിൽ ഒരു യൂട്ടേൺ എടുപ്പിച്ചു ഈ വിഷയത്തിൽ. വേദപുസ്തകത്തിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് സാഹചര്യം ആണ് കുറ്റവാളികളെ സൃഷ്ടിക്കുന്നതെന്ന് പറയുന്ന മനുഷ്യൻ്റെ സാമൂഹികമായിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ അപ്പുറത്ത് അതിന് ആ ഒഴുക്കിനെതിരെ നീന്തണതാണ് വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത. വേദപുസ്തകം പറയണത് സാഹചര്യം എന്ന് പറയണത് പോലും നമ്മൾ സൃഷ്ടിക്കുന്നതാണെന്നാണ് പറയുന്നത്. സാഹചര്യം മനുഷ്യനെ സൃഷ്ടിക്കുകയല്ല, മനുഷ്യൻ സാഹചര്യത്തെ സൃഷ്ടിക്കുകയാണ്. അത് വല്ലാത്ത ഒരു വെളിപാടാണ്. ഈ പൗലോസിൻ്റെ നിരീക്ഷണമാണത്. സാഹചര്യം മനുഷ്യനെ സൃഷ്ടിക്കുകയല്ല, മനുഷ്യൻ സാഹചര്യത്തെ സൃഷ്ടിക്കുകയാണ്. കാരണം ദൈവം നിറയുന്നൊരു മനുഷ്യൻ, ദൈവം എടുത്ത് ഉപയോഗിക്കുന്നൊരു മനുഷ്യൻ, ദൈവത്തിൻ്റെ ഒരു ടൂളായ മനുഷ്യൻ, അവൻ ദൈവസ്നേഹത്താൽ സാഹചര്യങ്ങളെ സൃഷ്ടിക്കും, അല്ല സൃഷ്ടിക്കണം എന്ന കാഴ്ചപ്പാടാണ് പൗലോസിൻ്റെ വേർപാട് ഈ ഫെയർവെൽ സ്പീച്ചിലുള്ളത്. അത് പൗലോസിൻ്റെ ഫെയർവെൽ സ്പീച്ച് മനോഹരമാണ്. അപ്പം നമുക്ക് ഇന്നും നാളെയൊക്കെ നമ്മൾ പൗലോസിൻ്റെ ഫെയർവെൽ സ്പീച്ചിൻ്റെ ഇടിവെട്ട് സന്ദേശങ്ങളെയാണ് എടുക്കുന്നത്. 2 തിമോത്തി 4:6 ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എന്റെ വേർപാടിന്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. ഇതിൻ്റെ അകത്ത് വരുന്നതിന്റെ 2 തിമോത്തി 4:2 വായിച്ചേ. വചനം പ്രസംഗിക്കുക. അതാണ് തിമോത്തി കൊടുക്കുന്ന ഫെയർവെൽ ഓപ്ഷനാണ്. അദ്ദേഹം പിരിഞ്ഞു പോവുകയാണ്. പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് ഈ തിമോത്തിയസിൻ്റെ പ്രത്യേകം പൗലോസ് ഒരു സൂര്യനായിരുന്നു, അദ്ദേഹം ഒരു ചന്ദ്രനായിരുന്നു. പൗലോസിൻ്റെ വചനങ്ങൾ കേട്ടും പൗലോസിനെ സഹായിച്ചും പൗലോസ് പറയണത് പഠിപ്പിച്ചും ഒക്കെ തിമോത്തി ജീവിക്കുകയായിരുന്നു. ബിഷപ്പായിരുന്നു അദ്ദേഹം. പക്ഷേ സൂര്യനും ചന്ദ്രനും പോലെയുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ സൂര്യൻ മറയാൻ നേരത്തെ ചന്ദ്രനോട് പറയുന്ന വർത്തമാനമാണ്, ഞാൻ മറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് നീ പ്രകാശിക്കാതിരിക്കരുത്. ഇത് മനോഹരമാണെന്നറിയാമോ? ഞാൻ മറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട്, പൗലോസ് എന്ന സൂര്യൻ മറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് തിമോത്തി എന്ന ചന്ദ്രൻ പ്രകാശിക്കാതിരിക്കരുത്. നീ കർത്താവിൽ നിന്ന് നേരിട്ട് പ്രകാശം സ്വീകരിച്ച് മറ്റൊരു സൂര്യനാകുന്നൊരു സമയമാണിത്. ഫെയർവെല്ലിൽ പറയണതാണത്. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കണം. പക്ഷേ ഈ വചനം പ്രഘോഷിക്കാൻ സാഹചര്യം അനുകൂലമാക്കാൻ വേണ്ടി കാത്തിരിക്കരുത്. അതാണ് വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യം അനുകൂലമാകാൻ വേണ്ടി കാത്തിരുന്നവരാരും സുവിശേഷം പ്രസക്തമായി മാറിയിട്ടില്ല. കർത്താവ് പറഞ്ഞ സാഹചര്യവും സുവിശേഷവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നാണ്. നമ്മുടേതായിട്ടുള്ള ഒരു വിവേകം കാണിക്കണം. പക്ഷെ വിവേകം കൊണ്ട് സുവിശേഷം വിലങ്ങ് വെക്കപ്പെടാത്ത സുവിശേഷത്തിന് നിൻ്റെ വിവേകത്തിൻ്റെ വിലങ്ങ് വെക്കരുത്. അതാണ് വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിൻ്റെ സേഫ് നോക്കിയിട്ട് നീ വചനം ഈ കാലത്ത് പ്രഘോഷിച്ചു കഴിഞ്ഞാൽ നീ ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ പലതരത്തിലുള്ള വിഷയത്തിൽ ചെന്ന് ചാടുകയോ ചെയ്യുമെന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് സുവിശേഷ പ്രഘോഷത്തിന് പറ്റിയ കാലമല്ല ഇത് എന്ന് ചിന്തിച്ച് സുവിശേഷം കൈമാറാതെ മരിച്ചു പോയവരുടെ കോടികൾ അവരുടെ ശവക്കല്ലറ കയറുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ആധ്യാത്മിക ശൈത്യത്തിൻ്റെ ഒരു സമീപനമാണ്. എന്താണ് ഇത്? സുവിശേഷം കൈമാറാൻ പറ്റിയ കാലമല്ലെന്ന്. പക്ഷേ ആരാണ് അത്? അതിൻ്റെ സാഹചര്യം ഇല്ലെന്നാണ് പറയണത്. പക്ഷെ സാഹചര്യം ആരാ സൃഷ്ടിക്കണത്? നീ ദൈവത്തിലെ സ്നേഹത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ അഭിഷിക്തനാണ്. അവൻ്റെ മുമ്പിൽ സാഹചര്യങ്ങൾ താനേ വരും. സമയത്തും അസമയത്തും, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. ഇപ്പോൾ സാഹചര്യമല്ല സുവിശേഷത്തെ കൈമാറുന്നത്, മറിച്ച്
സുവിശേഷം കൈമാറുന്നതിന് സുവിശേഷം തന്നെയാണ് സാഹചര്യം ഉണ്ടാക്കുന്നത്. അത് കടുത്ത ദൈവസ്നേഹത്തിലാണ്. കാര്യം പൗലോസ് പിരിഞ്ഞു പോകുമ്പോഴും ചിലരൊക്കെ പറയുവേ, ആദിമസഭയിലൊക്കെ അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു, ഇപ്പോഴെന്നും പറഞ്ഞ് അതൊക്കെ നടക്കുക. അതാണ് സംഭവം. അവർ പാതെറുക്കുകയാണ്. ശരിക്കും അവർ തെറുത്തിട്ട് അതിൻ്റെ അകത്ത് ചുരുണ്ടുകൂടി കിടന്ന് സുഖസുക്ഷുപ്തിയിലങ്ങ് മരിച്ചു പോകും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾ തന്നെ, അത് തന്നെയല്ല ഈ വൈ ഷുഡ് വി പ്രൊമോട്ട് ജീസസ് എന്ന് പോലും ചോദിക്കുന്ന ഭയങ്കര സാധാന്യമായിട്ടുള്ള ശക്തി അവശേഷിച്ചിട്ടുള്ള ചിന്തകന്മാർ വരെ സഭയുടെ ഉള്ളിലുണ്ട്. വൈ ഷുഡ് വി പ്രൊമോട്ട്, അതായത് അവർ ചിലർ ഏകരക്ഷകൻ എന്നുള്ള കോൺസെപ്റ്റ് വരെ ആക്രമിക്കും. അങ്ങനെ നമുക്ക് പറയേണ്ട കാര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്തിനാണ്? ഇവർക്ക് എല്ലാവരുടെയും തോളെ കൈയിടണം, കോംപ്രമൈസ് ചെയ്യണം, ഒത്തുതീർപ്പുണ്ടാക്കണം. ആ ഒത്തുതീർപ്പിലൂടെ ജീസസിനെ ഇവർ സൈഡ് ലൈൻ ചെയ്യും. ഇന്ന് കാണുന്നതൊക്കെ നോക്കിയാൽ മതി. ഒത്തുതീർപ്പിലൂടെ ജീസസിനെ അവർ സൈഡ് ലൈൻ ചെയ്യുകയും അവർ മിഷണറി ആകുന്നവർ ആക്ടിവിസ്റ്റുകളായി മാറുകയും ചെയ്യുന്നു. ആ ഒരു അപകടമാണിത്. ആ ഒരു സമയത്താണ് പൗലോസിൻ്റെ ഈ തിമോത്തിയുടെ ലേഖനങ്ങൾ, കാര്യം ഉടമ്പടിയിൽ അനേകം മക്കൾ സുവിശേഷ വേലക്കാരാണ്. ശരിക്കും അവരൊക്കെ ഇത് പൗലോസിൻ്റെ ഈ വചനങ്ങൾ കേൾക്കണം. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗ്രതയോടെ വർത്തിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിൽ അല്ലെങ്കിലും പിന്നെന്താണ്? മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും മറ്റുള്ളവരെ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും. അതായത് വചനത്തിന്റെ വഴികളിലല്ല അവരെങ്കിലേ അവരെ ശാസിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. അപ്പം അതാണ് വിഷയം. അപ്പം എന്ന് വെച്ചാൽ ചിലപ്പോഴും നമ്മളെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ വിഷയത്തിൽ അഡമൻ്റ് എന്നല്ല, സത്യസന്ധരാണ്. അഡമൻസി എന്ന് പറയേണ്ട കാര്യമില്ല, പിടിവാശി അങ്ങനെയൊന്നുമല്ല. മറിച്ച് സുവിശേഷത്തിൻ്റെ സത്യമാണ്. അത് കൈമാറുമ്പോൾ നമുക്കൊരു സത്യം ഉണ്ടാകണം. ആ സത്യം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും സുവിശേഷ കൈമാറ്റം. ദാറ്റ് ഇസ് വാട്ട് ഐ മെന്റ്. എൻ്റെ പേര് മേരി ജോസഫ്. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാനിവിടെ പ്രധാനമായ ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ 17-ാം തീയതി എൻ്റെ ഭർത്താവ്, അമ്മ തന്നെ ഞങ്ങൾക്കൊരു ഉടമ്പടി വെച്ച് കിട്ടിയൊരു കടയാണ്, ഒരു പച്ചക്കറി കട. ആ കടയിൽ നിന്ന് ചോറിന് ഉച്ചയ്ക്ക് വരുന്ന വഴിക്ക് കാട്ടുകുളവി എൻ്റെ ഭർത്താവിന് പൊതിയുകയും ആളെ കാണാൻ മേലാത്ത രീതിയിൽ കാട്ടുകുളവി പൊതിഞ്ഞ് തലയിൽ കിടന്ന് ഉരുണ്ടിട്ട് പോലും എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. അടുത്തൊരു വീട്ടിൽ ഓടിച്ചെന്ന് കയറുകയും പൈപ്പ് വലിയ ഓസിട്ട് ആ ചേട്ടനോട് പറഞ്ഞു, ആ ഓസൊന്നും എടുത്ത് എൻ്റെ ശരീരത്തെ അടിച്ച് ഈ കുളവിയെല്ലാം ഓടിച്ച് കളയാമെന്ന് വെച്ച് അവർ കിണറ്റിലിട്ടിരുന്ന ഓസെടുത്ത് ഭർത്താവിൻ്റെ ദേഹത്ത് അടിച്ചു കൊടുക്കുകയും കുളവി എന്നിട്ടും പോയിട്ടില്ല. അങ്ങനെ അവർ നിന്ന നേരം കൊണ്ട് മഞ്ഞളൊക്കെ അരച്ച് തൂക്കുകയും ആ ചേട്ടൻ എന്നോട് ഓടി വന്ന് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഭർത്താവ് എവിടെ കുളവി കുത്തി. ഇപ്പം ഞാനോർത്ത് 1-2 ഒക്കെ ഉള്ളായിരിക്കുമെന്നാണ് വിചാരിച്ചത്. ചെന്ന് കണ്ടപ്പോൾ ആളെ കാണാൻ പോലും വയ്യാത്ത രീതിയിൽ കുളവി പൊതിഞ്ഞിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ കണ്ണെല്ലാം കുത്തി, രക്തം ഒഴുകുന്ന രീതിയിൽ കണ്ണെല്ലാം കുത്തി, ചുണ്ടെല്ലാം തടിച്ച് ആളെ എന്താണെന്ന് പോലെ അറിയാൻ മേലാതെ പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ വരിക, ഓട്ടോയിൽ കയറ്റി മെഡിക്കൽ കോളേജിന് കൊണ്ട് ഞാൻ നിന്ന ഡ്രസ്സിലൊക്കെയാണ് പോയത്. എൻ്റെ മോന് ശരിക്കൊരു അറിവില്ലാത്തൊരു കുഞ്ഞൻ, 30 വയസ്സുണ്ടെങ്കിലും അവന് അതിൻ്റെതായ അറിവൊന്നുമില്ല. അവനെയും കൂട്ടി ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിന് പോകാനായിരുന്നെങ്കിൽ എനിക്ക് തോന്നി മെഡിക്കൽ കോളേജ് വരെ എത്താൻ സാധിക്കില്ല എന്ന് തോന്നിയപ്പോൾ ഏറ്റുമാനൂരെ കഴിഞ്ഞപ്പം ഛർദ്ദിക്കാൻ തുടങ്ങി. കാരിത്താസ് ഇപ്പോൾ അടുക്കാറായപ്പോഴത്തേക്കും ബോധം കെട്ട് എൻ്റെ മടിയെ വീഴുകയും ചെയ്തു. ഞാൻ മെഡിക്കൽ കോളേജ് വരെ കൊണ്ടുപോയ എൻ്റെ ഭർത്താവിനെ എനിക്ക് കിട്ടിയെന്നറിയാമായിരുന്നു. ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കാഷ്വാലിറ്റി കയറ്റിയപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ആള് ക്രിട്ടിക്കലാണ്, വെന്റിലേറ്ററിനാക്കാൻ പോകാമെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ സമാധാനം തെറ്റിപ്പോയി. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു, എൻ്റെ അമ്മയെ കൃപാസന മാതാവേ നീ എവിടെയാണെന്ന് ചോദിച്ചു. 3 പ്രാവശ്യം ചോദിച്ചു, നീ എവിടെയാ, നീ എൻ്റെ അടുത്തില്ലേന്ന് ചോദിച്ചു. നീ എവിടെയാന്ന് ചോദിച്ചു. എൻ്റെ അമ്മയെ നീ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റി എൻ്റെ അമ്മ നിന്നോടത്തുനിന്ന് ഈ ചില്ല് പൊട്ടിച്ചിറങ്ങി എൻ്റെ അടുത്ത് വന്ന് ഇരുന്നതായിട്ട് ഞാൻ കണ്ടു. പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, നീ വിഷമിക്കാന്ന്, നീ ഉടമ്പെടുത്തവളല്ലേ, നീ എന്തിനു വിഷമിക്കരുതെന്ന് ചോദിച്ചു. എന്നോട് ക്യാഷ്വാലിറ്റി ചെന്നപ്പോൾ ഇതിൻ്റെ ബൈസ്റ്റാൻഡർ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബഹളം വെച്ച്, എന്തിനാ ഇതിങ്ങനെ, നിങ്ങൾ ഇപ്പം വരെ പോയ ആളല്ലേ, എന്തിനാ വെന്റിലേറ്ററിനാക്കുന്ന ചോദിച്ചു. എൻ്റെ സമാധാനം തെറ്റിപ്പോയി. PRO ഒക്കെ വന്നിട്ട് പറഞ്ഞു
പെട്ടെന്ന് തന്നെ 6 എക്സ്റേ എടുത്ത് 4 ഡോക്ടർമാരിൽ നിന്നാണ് അതിൻ്റെ മുള്ളുകളെല്ലാം ദേഹത്തു നിന്ന് പറിച്ചെടുത്തത്. PR വന്നതിനോട് ചോദിച്ചു, ചേച്ചി നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല, നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോക്കോ, വെൻറ്റിലേറ്ററിലൊക്കെ കയറ്റിയാൽ ഒരുപാട് പൈസയാകും, കാഷ്വാലിറ്റി തന്നെ 10 രൂപയോളാകും, വെൻറ്റിലേറ്ററിൽ താങ്ങാൻ നിങ്ങൾക്ക് മേലെ, നിങ്ങൾക്ക് ആൾക്കാരില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട്, എല്ലാവരും ജോലിയിലൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം പറഞ്ഞു. പൈസ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാതാവെന്ന് പറഞ്ഞു. എന്നാൽ കാഷ്വാലിറ്റി നിരക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ ദൈവത്തെ നിങ്ങൾ കാഷ്വാലിറ്റിയിലാക്ക്, എൻ്റെ അമ്മ പൈസ കൊണ്ട് തരുമെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ, എൻ്റെ കൃപാസനത്തിൻ്റെ അമ്മ പൈസ കൊണ്ട് തരും, നിങ്ങൾ കാഷ്വാലിറ്റിയിലാക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞു, കൃപാസനത്തിൻ്റെ അമ്മ ആരാണ് അവരിനോട് ചോദിക്കുക. എൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ അവർ ഓർത്ത് എൻ്റെ അമ്മയായിരിക്കുന്നു. അവർ പരസ്പരം നോക്കി ചിരിച്ച്, മകളെ രീതിയില്ല, അമ്മ എങ്ങനെയായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ കൊണ്ടുതരും, നിങ്ങൾ പേഷ്യൻറ്റിനെ നിങ്ങൾ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവർ ICU കൊണ്ടാക്കുകയും അവർ ക്രിട്ടിക്കലാണ് ചോദിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് ക്രിട്ടിക്കലാണ്, ഒരു പറയാറായിട്ടില്ല എന്ന് പറയുന്നത്. ഈ നീര് വന്ന് ശ്വാസകോശം പുറത്തുള്ള നീരകത്തോട്ടടഞ്ഞ് ശ്വാസനാളം അടഞ്ഞു പോയി, ആദ്യത്തെ ഓർഗൻസ് എല്ലാം പ്രവർത്തനരഹിതമായി, ബ്ലഡിലേക്ക് അതിൻ്റെ വിഷാംശം കടന്നുപോയി. ആകെ ഈ അമ്മയാണ് ഒരു കട്ടിൽ നിറച്ചായി എത്രയും പെട്ടെന്ന്. ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മയെ ഞാൻ 19 ഉടമ്പടി എടുത്ത മകളല്ലേ, ഞാൻ വിഷമിക്കുന്നു, നീ കാണുന്നില്ല എന്ന് ചോദിച്ചു. ഒരു ദിവസം പോലും 1 മാസം പോലും മടങ്ങാതെ ഞാൻ നിൻ്റെ അടുത്ത് വരുന്ന മകളല്ലേ, നീ എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് നല്ല നല്ല വചനങ്ങൾ എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി. എന്തിനു വിഷമിക്കുന്നു, നീ ഉടമ്പടി എടുത്തവളല്ലേ, എന്തിനാണ് നീ വിഷമിക്കുന്നത്, നീ എന്തിനാ സങ്കടപ്പെടുന്നത്, നിൻ്റെ പൈസയുടെ കാര്യം ഞാനല്ലേ ഏറ്റേക്കുന്നത്. ഒരു ദിവസമായപ്പം 40,000 രൂപയുടെ ബില്ല് വന്ന്. ഞാനൊന്നും അറിഞ്ഞില്ല സഹോദരങ്ങളെ. എൻ്റെ അടുത്ത് നിന്ന് ആൾക്കാരൊക്കെ 40-50 കൊണ്ട് ഓരോ ബില്ല് ഓരോ ദിവസത്തെ അവരടച്ച് എൻ്റെ അമ്മ ഇതെല്ലാം സേവ് ചെയ്യുമായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ ഭർത്താവിൻ്റെ ബില്ല് ആരാ അടച്ചത് പോലും അറിയത്തില്ല. ഓരോ ബില്ല് വരുമ്പോഴും എന്നെ സഹായിക്കാൻ എൻ്റെ സഹോദരങ്ങളും എനിക്ക് വേണ്ട ആൾക്കാരൊക്കെ ഓരോ ദിവസത്തെ ബില്ല് വരുമ്പോഴും അത് അടച്ചുകൊണ്ടിരുന്നു. എൻ്റെ അമ്മ ഇതെല്ലാം സേവ് ചെയ്ത് എൻ്റെ 5 പൈസ പോലും ഇല്ലായിരുന്നു. 3 ദിവസമായപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ കാലവിളമ്പം വന്നാലേ എവിടെ നിൽക്കും നമ്മൾ. ഞാൻ ചോദിച്ചു, കാലവിളമ്പം നീ വരത്തില്ലല്ലോ, ആ വെൻറ്റിലേറ്റർ ഒന്നും എടുത്ത് മാറ്റ്. 2 ദിവസം കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു വെൻറ്റിലേറ്ററിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഓക്സിജൻ ശകല അളവിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് വെൻറ്റിലേറ്റർ മാറ്റി. എന്നെ നിങ്ങൾ കാഷ്വാലിറ്റി ഒന്ന് ICUലൊന്ന് കയറ്റി എനിക്ക് എൻ്റെ ഭർത്താവിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. കാശ് രൂപം, ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട്. ഞാൻ എന്നെ കാഷ്വാലിറ്റി ICU കയറ്റിയപ്പോൾ ഞാൻ ഉടമ്പടി കാശ് രൂപം പുള്ളി കണ്ണ് തെളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു, വിഷമിക്കരുത്, നമ്മുടെ അമ്മ നമ്മളോട് കൂടെ ഉണ്ട്, നിങ്ങളൊന്നിനും വിഷമിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ കാശ് രൂപം വെച്ച് തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ കൊടുത്തിട്ട് പോയാൽ അത് ICUലെ ഡ്രസ്സല്ലേ, കൈ ഇത് മോശം വരുന്നോർത്ത് ഞാൻ കൈ കൊടുത്തില്ല. അങ്ങനെ ഓരോ ദിവസവും ഓരോ ബില്ലും അവർ എൻ്റെ നിന്ന ആൾക്കാർ തന്നെ, ഞാൻ അറിയാതെ തന്നെ അവർ എൻ്റെ അമ്മ തന്നെ സേവ് ചെയ്ത് എൻ്റെ സങ്കടം പോലെ 40,000 രൂപയുടെ ബില്ല് വന്നപ്പോൾ ഞാൻ PR അടുത്തേന്ന് പറഞ്ഞു, സാറേ പൈസ ആയിട്ടുണ്ട്. സാറ് പറഞ്ഞില്ലേ ഒന്നും ആകത്തില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ടി വരുമെന്ന്. എനിക്ക് എൻ്റെ പൈസ സാറിന് വേണം, ഇനിയും പൈസ സേവ് ചെയ്ത് വെച്ച് എൻ്റെ അമ്മ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഒറ്റ പൈസ പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കാതെ തന്നെ ഞങ്ങൾ തിരിച്ച് 5 ദിവസം കഴിഞ്ഞപ്പം വാർഡിലോട്ട് മാറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നപ്പോൾ 25-ാം തീയതി എനിക്കൊരു പുതുക്കേണ്ട ഡേറ്റ് ആയിരുന്നു. ഞാൻ ആ ദിവസം എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞങ്ങൾ ദിവസം ഇവിടെ വന്നിരുന്നു. എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നപ്പോൾ ഞങ്ങളുടെ 10,000 രൂപ മിച്ചം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ 5 പൈസ പോലും ഞങ്ങളുടെ ബില്ലും അടച്ച് ഞങ്ങളുടെ ചെലവിന് വേണ്ടിയിട്ട് അമ്മ 10,000 രൂപ മിച്ചം കൂടെ ഞങ്ങളുടെ കയ്യിൽ തന്നുവിട്ട്, ഇതിൽ കൂടുതൽ എന്താ മക്കളെ അമ്മ ചെയ്യേണ്ടത്? കയ്യിലൊരു 5 രൂപ പോലും ഇല്ലാതെ പോയ ഞാൻ, എനിക്ക് ആഹാരത്തിൻ്റെ പൈസ വരെ എനിക്ക് വീട്ടിൽ തന്നു എൻ്റെ അമ്മ വിട്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിരുന്ന അമ്മയെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത്രയൊരവസ്ഥയായിരുന്നു. കൂടാതെ 10 ദിവസം എൻ്റെ ആങ്ങളയുടെ ആവശ്യം ഇപ്പം ഹസ്ബൻഡിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. 10 ദിവസം കഴിഞ്ഞെല്ലാം പറഞ്ഞിരിക്കുക, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇനി വേറെ എൻ്റെ ആങ്ങളയുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. അവൾക്ക് 10 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവൾക്ക് ഉടമ്പടിയിൽ അവളുടെ നിയോഗം ഞാൻ വെച്ചു. ആ നിയോഗം അനുസരിച്ച് അന്ന് ഇപ്പം കോവിഡിൻ്റെ ആ ക്രിട്ടിക്കൽ സമയത്തായിരുന്നു ആ കുഞ്ഞ് പ്രഗ്നൻ്റ് ആയത്.
അങ്ങോട്ടും ഇറങ്ങാൻ മേലാത്ത സമയത്തായിരുന്നു. അവൾക്ക് കോവിഡ് വരികയും അവളെ മുറിയിൽ ഒതുങ്ങി കൂടി അവൾ എന്നോട് പറഞ്ഞു, ആൻറ്റി എന്ത് ചെയ്യും, എനിക്ക് കോവിഡാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗർഭപാത്രം തന്നെന്ന് ഗർഭപാത്രത്തെ അടച്ചു കളയുമോ, ജന്മം തന്നെന്ന് ഞാൻ ഇല്ലാതാക്കുമോ എന്ന് ഏശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ആ വചനങ്ങളൊക്കെ എടുത്ത് അവൾക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കും. ജപമാല ചൊല്ലി അമ്മയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 7 മാസമായപ്പോൾ കുഞ്ഞിന് ബ്ലീഡിങ് ഉണ്ടാകുകയും ഹോസ്പിറ്റലിലാക്കി. ഒരു ഓവറിയിൽ സിസ്റ്റ് വന്ന് കുഞ്ഞിനോ തള്ളയോ എന്ന അവസ്ഥയിലായിപ്പോയി. അപ്പോഴും ഞാൻ നല്ല നല്ല വചനങ്ങൾ, ബൈബിൾ വചനങ്ങൾ നോക്കി ആ കുഞ്ഞിനെ അയച്ചു കൊടുക്കുകയും അവൾ അത് വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം, തേന്, ഉപ്പ് ഇതെല്ലാം ഞാൻ അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഒരു ഓവറി കളഞ്ഞു എങ്കിലും കുഞ്ഞിനെ കിട്ടുമെന്ന് അറിയാൻ പാടില്ല എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ഒരു കുഴപ്പം കൂടാതെ സിസേറിയനായിരുന്നു കുഞ്ഞുണ്ടായി. ഇപ്പോൾ അവൾക്ക് 8 മാസം കഴിഞ്ഞു. തന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് അമ്മയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ആങ്ങളയുടെ മകൾക്ക് UK പോകാനായിട്ട് എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താലെല്ലാം നടന്നു. അവൾ യാത്ര പറയാൻ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു ഫോട്ടോ ഞാൻ അവളുടെ കൊടുത്ത്, എൻ്റെ ഈ പൈസയൊന്നുമില്ല മോളെ തന്നുവിടാൻ, നിനക്ക് എല്ലാ കൊണ്ടും വന്ന 1 കോടി രൂപയുടെ ആസ്തിയാണ് നിൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അവളിപ്പോഴും സുഖമായിട്ട് തന്നെ UK ജോലി ചെയ്യുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്നെ അമ്മയ്ക്ക് നന്ദി പറഞ്ഞാൽ തീരാത്ത വലിയ കൃപയാണ് അമ്മ തന്നിരിക്കുന്നത്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇത് പറയാതെ പോയാൽ ഞങ്ങൾക്കത് തീരാതെ നഷ്ടമാകും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും വന്നതാണ്, പറയാൻ പറ്റിയില്ല. എൻ്റെ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ദൈവത്തിന് മഹത്വം. നിൻ്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാനാവാത്ത വിധം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. തിരുവചനം നമ്മോട് പറയുന്നതാണിത്. ഇവിടെ സ്വന്തം ഭർത്താവിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് മേരി എന്ന മകൾ ഇപ്പോൾ നമ്മോട് പങ്കുവച്ചത്. ആ ജീവിത പങ്കാളിയാണ് കൂടെ നിൽക്കുന്നത്. അതായത് കാട്ടുകുളവിയുടെ കുത്തേറ്റ് ശരീരമാസകലം കാട്ടുകുളവി വന്ന് മൂടിപ്പോയ ഒരവസ്ഥയിൽ നിന്ന് ഒരു മകൻ ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇത് സംഭവിക്കുക. കഴിഞ്ഞ 17-ാം തീയതി, അതായത് നവംബർ 17-ാം തീയതി, ഇന്ന് ഈ മകൻ ഇവിടെ നിൽക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് അവർ വാഗ്ദാന നാട്ടിലേക്ക് പോകുമ്പോൾ പകൽ മേഘത്തണലായും രാത്രി അഗ്നിസ്തംഭമായും അവരുടെ കൂടെ സഞ്ചരിച്ച ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഈ മകനെയും സംരക്ഷിച്ചത്. പരിശുദ്ധ അമ്മയുടെ പൊതിഞ്ഞ് അമ്മ ഈ മകനെ സംരക്ഷിക്കുകയായിരുന്നു. അതുമാത്രമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുക. വാഗ്ദാന പേടകമായ അമ്മയെ ഉടമ്പടിയിലൂടെ സ്വീകരിച്ച് ആ അമ്മയ്ക്ക് വേണ്ടി ഉടമ്പടി ജീവിതം നയിക്കുന്ന ഒരു മകൾ, ആ മകളുടെ ജീവിത പങ്കാളി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ പരിശുദ്ധ അമ്മ അനുവദിക്കില്ല. കർത്താവിൻ്റെ അനുഗ്രഹം നിൻ്റെ ജീവിത രാത്രികളിൽ അഗ്നിസ്തംഭമായും പകൽ ചൂടിൽ മേഘത്തണലായും നിൻ്റെ കുടുംബത്തിൻ്റെ മേലുണ്ടാകുമെന്നാണ് ദൈവം നമ്മോട് പറയുക. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ ഈ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഒരു പൈസ പോലും കയ്യിലില്ലാതെ പോയ മക്കളുടെ എല്ലാ ബില്ലും പരിശുദ്ധ അമ്മ തന്നെ ഈ മക്കൾക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കുകയാണ്. അവരുടെ ബന്ധുമിത്രങ്ങൾ അവർക്ക് തണലാവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പൈസ മിച്ചമാക്കിക്കൊണ്ടാണ് ആ മക്കൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ച 10 വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന് കുഞ്ഞിനെ കിട്ടുകയും ഗർഭാവസ്ഥയിൽ വീണ്ടും പലതരം പ്രോബ്ലംസ് ഉണ്ടായപ്പോഴും ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ആ മകളുടെ ജീവിതത്തെയും ആ കുഞ്ഞിൻ്റെ ജീവിതത്തെയും അമ്മ കാത്ത് സംരക്ഷിച്ചതിനെയും നാം അനുഭവ സാക്ഷ്യത്തിലൂടെ കേൾക്കുകയുണ്ടായി. ഇത്രയേറെ ജീവിക്കുന്ന സാക്ഷ്യമായി അമ്മ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകി ഈ കുടുംബത്തെ അനുഗ്രഹിച്ച, ഈ കുടുംബത്തെ കാത്തു പരിപാലിക്കുന്ന, ഈ മക്കളെ വഴി നടത്തുന്ന ദൈവത്തിന് നമുക്ക്
ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എല്ലാവരും കൈയടിച്ച് യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ.